നീ 75 വയസ്സുവരെ ജീവിച്ചു, നീ 90 വയസ്സുവരെ ജീവിച്ചു. ആ ജീവിച്ച കാലമത്രയും നിനക്ക് നടക്കാൻ നിന്റെ കാലിന് ഞാൻ പവർ തന്നില്ലായിരുന്നടാ. നിനക്ക് പിടിക്കാൻ നിന്റെ കൈക്ക് ഞാൻ പവർ തന്നില്ലായിരുന്നടാ. വനുർവിക മിനൽ മാഇൽ ബാരിദി. എന്റെ ഉമ്മ, ഇത് അല്ലാഹുടെ ചോദ്യമാണ്. ഉമ്മ, തണുത്ത വെള്ളത്തിൽ നിന്ന് മതിവരുവോളം കുടിക്കാൻ നിന്റെ തൊണ്ട ദാഹിച്ച സമയത്ത് മുഴുവനും നിനക്ക് ഞാൻ ഭാഗ്യം തന്നില്ലായിരുന്നു പെണ്ണേ. എന്റെ ഉമ്മ പേടിച്ചരണ്ടുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ നിന്ന് പറയും, പറയാതെ നിർവാഹമില്ല. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അവിടെ എവിടെയാ കള്ളം പറയാൻ പറ്റുക? അവിടെ എവിടെയാ നാവ് കൊണ്ട് ഏതെങ്കിലുമൊക്കെ വടക്ക് വാക്കുകൾ പറയാൻ പറ്റുക? ഒന്നിനും കഴിയാത്ത ലോകത്ത് സത്യം പറയാതെ നിർവാഹമില്ല. എന്റെ ഉമ്മ റബ്ബിനോട് പറയും, അതേ അല്ലാഹ്, മരിക്കുന്ന ദിവസം വരെ എന്റെ ആവശ്യങ്ങളെ നിർവഹിക്കാൻ എന്റെ നട്ടെല്ലിന് നീ പവർ തന്നിരുന്നു, എന്റെ കൈകാലുകൾക്ക് നീ പവർ തന്നിരുന്നു, നല്ല സൗഖ്യമുള്ള ആരോഗ്യം തന്നിരുന്നു. എന്റെ പ്രിയപ്പെട്ട പിതാവേ, റബ്ബിനോട് പറയാതെ തരമില്ല ബാപ്പാ. അതെ അല്ലാഹ്, ഞാൻ മരിക്കുന്ന ദിവസത്തിന്റെ പ്രഭാതത്തിൽ പോലും എനിക്ക് ദാഹം വന്നപ്പോ ശുദ്ധമായ പച്ചവെള്ളം കുടിക്കാൻ എന്റെ തൊണ്ടയ്ക്ക് നീ പവർ തന്നിരുന്നു. അവസാനം ഞാൻ മരിക്കുന്ന നേരം എത്തുമ്പോ പോലും എന്റെ അരുമ മക്കൾ എന്റെ മുമ്പിലേക്ക് വന്നിട്ട് അവരൊരു സ്പൂൺ എടുത്തിട്ട് സംസമിന്റെ കണമാ സ്പൂണിൽ എടുത്തിട്ട് എന്റെ വായിലേക്ക് ഒഴിച്ച് തന്നേ അല്ലാഹ്. എന്റെ ദാഹം തീർക്കുവോളം കുടിച്ചേ അല്ലാഹ്. നിങ്ങൾക്ക് മരിക്കാൻ പേടിയാ? പറയുമ്പോ അല്ലേ നീളത്തിന് പറയും. അസ്രായേൽ മുമ്പിലൊന്ന് വന്ന പിടയ്ക്കും, മരിക്കോ മരിക്കോ മരിക്കോ. പല കാര്യമുണ്ട്. അതിലൊന്ന് ആഖിറാണ്. ആഖിറത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, പെട്ടെന്ന് പോകാൻ വയ്യ. അള്ളാഹു ദീർഘായുസ്സ് ആഫിയത്തോടെ ആരോഗ്യത്തോടെ നിലനിർത്തി തരുമാറാകട്ടെ. ആ കാലമത്രയും അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാനും ആഖിറത്തിന് വേണ്ടി പണിയെടുക്കാനും അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് നമ്മെ നിയോഗിക്കുമാറാകട്ടെ. എന്റെ ഉമ്മ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു അവസ്ഥ? ഞാനൊന്ന് മരിച്ചു പോയിരുന്നെങ്കിലെന്ന് വേദനിക്കുന്ന ഒരു രാത്രി എന്റെ ഉമ്മാക്ക് എന്റെ റബ്ബ് സമ്മാനിച്ചിട്ടുണ്ടോ? 3 കണ്ണു തുറന്ന് നോക്ക്. ഇന്ന് ലോകത്ത് ഒരുപാട് ഉമ്മമാര് നിങ്ങളെ പോലെ ജീവിക്കുമ്പോ കരയെ, വേദന താങ്ങാൻ കഴിയാതെ അല്ല പെടുത്തിയോ എന്റെ ഉമ്മാനെ? ആ ഉമ്മ റബ്ബിനെ ഒന്ന് ആലോചിച്ചോ. എന്റെ റബ്ബേ, നിസ്കരിക്കുന്നു ശരി തന്നെ, നോമ്പുപിടിക്കുന്നു ശരി തന്നെ, മനസ്സറിഞ്ഞുകൊണ്ട് പടച്ചോനെ, ഇതെന്തൊരു അനുഗ്രഹം റബ്ബേ, ഇതെന്തൊരു ഔദാര്യം റബ്ബേ. എന്റെ പെങ്ങളെ, നിന്റെ മുമ്പിലെത്തുന്ന ഭക്ഷണം പോലും നിന്റെ പ്രിയപ്പെട്ട മക്കളുടെ തീന്മേശയിലെ അളവ് കവിഞ്ഞ ഭക്ഷണം വെച്ച് കൊടുത്തിട്ട് നീ ആ ഭക്ഷണമാകുന്ന അനുഗ്രഹം പോലും വേസ്റ്റാക്കിയിട്ട് കാക്കയുടെയും പൂച്ചയുടെയും പേര് പറഞ്ഞ് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുമ്പോൾ നീ ചിന്തിച്ചില്ല എന്റെ റബ്ബ് ഔദാര്യമായി തരുന്ന ഭക്ഷണമാണെന്ന് അല്ലേ? എന്റെ യുവാക്കളും ചിന്തിച്ചോ? മക്കളോടുള്ള അമിതമായ സ്നേഹവും അമിതമായ താല്പര്യവും കൊണ്ട് അവരെ മക്കളെ തന്നെ നിത്യരോഗികളാക്കി മാറ്റുന്ന തരത്തിൽ അവരെ മുമ്പിലേക്ക് അവരുടെ ഹൃദയമോ അവരുടെ ദഹനേന്ദ്രിയമോ അവരുടെ കരളുകളോ അവരുടെ ആമാശയങ്ങളോ താങ്ങാത്ത തരത്തിലുള്ള ഹൈ ഫുഡുകളെ പലതരത്തിൽ ഷവർമയായി, ഷവായിയായി, അൽഫാമായി, പല കളറുകളും പല ഫ്ലേവറുകളുമായി തീന്മേശയിലേക്ക് നിരത്തും. അവസാനം ഭക്ഷണം മടുത്ത് മക്കൾ മാറുമ്പോ ആയിരക്കണക്കിന് രൂപയുടെ ഭക്ഷണം ഒരു സങ്കോചവും ഇല്ലാതെ വലിച്ചെറിയുന്ന പ്രിയപ്പെട്ട യുവമക്കളെ, കണക്ക് പറയേണ്ട ഒരു ദിവസം വരും ഈ ദുനിയാവിൽ. ഈ ദുനിയാവിൽ വരും. അള്ളാഹു നന്നാക്കുമാറാകട്ടെ. അതുകൊണ്ട് ചിന്തിക്കണം, നമ്മൾ പഠിച്ചേ പറ്റൂ, നമ്മൾ അറിഞ്ഞേ പറ്റൂ. ഇന്ന് ഏറ്റവും അധികം ഭക്ഷണം ചെലവഴിക്കുന്നത് ഭക്ഷണത്തിനാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ വലിച്ചെറിയപ്പെടുന്നതും ഭക്ഷണമാണ്.
ഒരു കാലം നമ്മൾ ചിന്തിച്ചു നോക്കണം, നമ്മളെ പള്ളിയുടെ ഓരങ്ങളിലുണ്ട് കുറെ പാവപ്പെട്ട പിതാക്കൾ, പാവപ്പെട്ട ഉമ്മമാർ, അവരുടെ മക്കളായി ജീവിച്ച ഒരുപാട് പേര് നരച്ചവരായി നമ്മുടെ മുമ്പിലുണ്ട്. അന്നത്തെ കാലത്ത് ഈ വിനീതന്റെ പോലും 43 വയസ്സിൽ പാത്രം, അതിന് ആ ചെറുപ്പകാലത്തിൽ എന്റെ മുമ്പിൽ പോലും സ്റ്റീൽ പാത്രത്തിൽ എന്താ ഭക്ഷണം കൊണ്ടുവരും. ഏതാ ഭക്ഷണം? ഒരു രസമോ അല്ലെങ്കിൽ ഒരു മരച്ചീനിയോ ചോറിനോടൊപ്പം വെക്കുന്ന ഒരു കൂട്ടാനോ വെച്ചിട്ട് ഒരു കറിയോ കൊണ്ടുവന്ന് തരും. അത് ഇതേ ഉള്ള ഉമ്മാന്ന് ചോദിച്ചാൽ അപ്പൊ ചെറുക്കിട്ട് കുത്തി തരും. കിട്ടണ കഴിച്ചോണ്ട് പോടാന്ന് പറയും. അതെടുത്ത് വെച്ച് കഴിക്കുമ്പോ അറിയാതെ പോലും ഒരു തുണ്ട് ഭക്ഷണം നമ്മുടെ കയ്യിൽ നിന്ന് മണ്ണിന്റെ മണമുള്ള വീടിന്റെ തറയിലെങ്ങാനും വീണ ഉമ്മ വന്നിട്ട് ചെവിക്ക് പിടിക്കും. ഇന്നുണ്ട് അങ്ങനത്തെ ഉമ്മമാർ. എന്നിട്ട് പറയും, ഭക്ഷണമല്ലടാ, അന്നമല്ലടാ, കഴുകി തിന്നടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ തീറ്റിച്ചിരുന്ന ആ സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന പ്രിയപ്പെട്ട ഉമ്മമാര് പള്ളിക്കാട്ടിലെത്തിയപ്പോ അങ്ങനെ ഭക്ഷണത്തിന്റെ വില നമ്മളെ പഠിപ്പിച്ച വിശപ്പിന്റെ മണമറിഞ്ഞ പാവപ്പെട്ട ബാപ്പമാര് കുടിമാടങ്ങളിലേക്ക് വിശ്രമത്തിന് പോയപ്പോ നമ്മുടെ വീടുകളിൽ ഇന്ന് ഭക്ഷണങ്ങളുടെ കൂമ്പാരങ്ങളുടെ അണിഞ്ഞ മണങ്ങളും കുപ്പത്തൊട്ടികളുമാക്കി മാറ്റപ്പെടുമ്പോ ചിന്തിച്ചോ എന്റെ പ്രിയപ്പെട്ടവരെ? ഒരു നിമിഷം മതി അല്ലാഹ്, ഒരു നിമിഷം മതി അല്ലാഹ്, ഒരു രാത്രി മതി അല്ലാഹ്, ഒരു പകല് മതി അല്ലാഹ്. വിശപ്പിന്റെ മണമറിയുന്ന തരത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഭിക്ഷയാചിക്കുന്ന തരത്തിൽ യാചകരുടെ വേഷം കെട്ടിച്ചുകൊണ്ട് വലിച്ചെറിയ അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഭക്ഷണം കയ്യിലെത്തുമ്പോ തിരിച്ചറിഞ്ഞോ റബ്ബിനെ. ഭക്ഷണം കയ്യിലെടുത്ത് കരയുന്നവരുണ്ട് ഇപ്പോഴും. എന്റെ റബ്ബേ, ഇത് കഴിക്കാൻ മാത്രം എനിക്ക് എന്ത് അർഹത, എന്തൊരു ഔദാര്യം റബ്ബേ, എന്തൊരു സ്നേഹം പടച്ചവനെ. ഇത്ര സുന്ദരമായ ഭക്ഷണം എന്റെ ബാപ്പ കഴിച്ചിട്ടില്ല, എന്റെ ഉമ്മ കഴിച്ചിട്ടില്ല, എന്റെ പൂർവീകര് കഴിച്ചിട്ടില്ല, എന്റെ ഉസ്താദുമാര് കഴിച്ചിട്ടില്ല. അത്ര സുന്ദരമായ ഭക്ഷണം എന്റെ റബ്ബ് എനിക്ക് തരുന്നു. അത് റബ്ബിനെ ഓർത്ത് കരഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവർ, ഒരു തുണ്ട് ഭക്ഷണം കളയാൻ സമ്മതിക്കാത്ത വിധം മക്കളെ ഭക്ഷണത്തിന്റെ വില പിടിപ്പിക്കുന്ന മാതാപിതാക്കൾ ഈ ആധുനാധുന ലോകത്തിൽ ജീവിക്കുമ്പോ തിരിച്ചറിഞ്ഞോ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലെ 100 കണക്കിന് വരുന്ന ദിവസങ്ങളിൽ ഒരു ദിവസം പ്രിയപ്പെട്ടവരെ, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഓരത്താണ് ലോകത്തിന്റെ മഹിത നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നട്ടുച്ച നേരമാണ്, ഖൈലൂലത്തിന്റെ ഉറക്കമുറങ്ങുന്ന നേരമാണ്. എന്താണ് ഖൈലൂലത്ത്? തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് ളുഹറിന് മുമ്പ് സുന്നത്തായ ഒരു ഉറക്കമുണ്ട്. ഒന്നും ബാക്കിയാത്ത് സ്വാലിഹാത്തിലൊക്കെ ഉറക്കമുണ്ട്. ആ സമയമാകുമ്പോ പോയിട്ട് ഒരു അല്പം ഉറങ്ങും. ഖൈലൂലത്തിന്റെ ഉറക്കം എന്ന് പറയും. അത് തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് സുന്നത്തായ ഒരു ഉറക്കമാണ്. എല്ലാവരും ആ സമയത്ത് അവരെ വീടുകളിലാ. പരിശുദ്ധമായ മദീന പള്ളിയിലാ നേരത്താരും ഉണ്ടാകില്ല. അല്ലാഹുവിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉച്ച നേരത്ത് ആയിഷ ബീവി ഉമ്മാടെ ഓരത്ത് നിന്ന് എഴുന്നേൽക്കുന്നു. സാധാരണ പോലെ ലോകത്തിന്റെ നേതാവ് ഉറങ്ങുന്നില്ല, ലോകത്തിന്റെ നേതാവ് വിശ്രമിക്കുന്നില്ല. ആയിഷ ഉമ്മ ചോദിച്ചു സംശയത്തോടെ, നേതാവേ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നേരത്തങ്ങ് എങ്ങോട്ട് പോകുന്നു? ഈ നേരത്താരും പള്ളിയിൽ ഉണ്ടാകില്ല. എല്ലാവരും ആ സുന്നത്തായ ഉറക്കമുറങ്ങുന്ന നേരമാണ് മിക്കവാറും. പക്ഷേ അങ്ങെന്തേ സാധാരണയ്ക്ക് വിപരീതമായി നേരത്തെ എഴുന്നേക്കുന്നു? മുത്ത് റസൂലുള്ളാഹിയുടെ മറുപടി വന്നു, പൊന്നുമോളെ ആയിഷ, മദീന പള്ളിക്കകത്തേക്ക് പോകുന്നു മോളെ. ആയിഷ ഉമ്മാടെ ചോദ്യം വന്നു, അല്ല തങ്ങളെ, ഈ നേരത്തെന്തേ മദീന പള്ളിയുടെ ഉള്ളിലേക്ക്? അവിടെ ആരും ഉണ്ടാകൂലല്ലോ മുത്ത് റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ മുത്ത് നബിയുടെ മറുപടി എന്താണെന്ന് എന്റെ യുവാക്കൾ ചിന്തിച്ചോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭക്ഷണത്തിന്റെ വിലയറിഞ്ഞോ? ഇതാരാ പറയുന്നത്? ഉമ്മ. ആയിഷ ഉമ്മയോട് മുത്ത് റസൂലുള്ളാഹിയുടെ മറുപടി, പൊന്നുമോളെ ആയിഷ, ഈ മുഹമ്മദ് നബിക്ക് വിശന്നിട്ട് ഉറക്കം വരുന്നില്ല ആയിഷ. ഈ മുഹമ്മദ് നബിക്ക് വിശന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല മോളെ. അല്ലാഹ്, ഇതാ
ഇതാരാ പറയുന്നത് പ്രിയപ്പെട്ടവരെ? അങ്ങനെ ഒരു വിശപ്പന്റെ പെങ്ങളെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? ഞാനും നിങ്ങളും റമളാനിലാണ് ആകെ വിശപ്പിന്റെ രുചി അറിഞ്ഞിട്ടുള്ളത്. ആ വിശപ്പ് കാരണം ക്ഷീണം കൊണ്ട് നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകുന്നു. ആ ഘട്ടവും കഴിഞ്ഞ് വിശപ്പ് അതിനേക്കാളും കാഠിന്യമായ സ്റ്റേജുകളിലേക്ക് കടന്നു മാറുമ്പോ പിന്നെ ഉറങ്ങാ കഴിയൂല ഉമ്മ, പിന്നെ ഉറങ്ങാ കഴിയൂല സഹോദര. ആ അവസ്ഥ വന്നുകൊണ്ട് ലോകത്തിന്റെ നേതാവ് എഴുന്നേക്ക് നേരെ മദീന പള്ളിയുടെ ഉള്ളറയിലേക്ക് കടന്നു ചെല്ലുന്നു. സാധാരണ ആ നേരത്താരും പള്ളിയിലുണ്ടാവില്ല. നേരത്തെ പറഞ്ഞതുപോലെ കൈലൂലത്തിന്റെ ഉറക്കത്തിലാണ്, വിശ്രമത്തിലാണ്. പക്ഷെ അന്ന് നബിത്തങ്ങൾ ആരും ഇല്ലാന്ന് കരുതി പള്ളിയിലല്ലേ, പള്ളിയിൽ പോയിരുന്ന എന്താ ഭക്ഷണം കിട്ടോ? ഭക്ഷണം കിട്ടല്ല. പിന്നെയോ ആത്മാവിന്റെ ഭക്ഷണം കിട്ടും. ഏതാ? റബ്ബിലെങ്ങനെ ലയിച്ചിരിക്കാം, റബ്ബിലെങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോ ശരീരത്തിന്റെ വിശപ്പ് മാറുമല്ലോ. അങ്ങനല്ലേ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന്റെ ആനന്ദമേ അല്ലാ, ഹൃദയത്തിന്റെ ആസ്വാദനമേ അല്ലാ, ഹൃദയത്തിന്റെ സന്തോഷമേ അല്ലാ, ഹൃദയത്തിന്റെ സമാധാനമേ അല്ലാ. ലൈസ ഖസ്ബി മിനൽ ജിനാനി നഈമാ غير أني أريدها لأراك. ليس كسبي من الجنان نعيما غير أني أريدها لأراك. അറിയില്ല മുത്ത് റസൂലുള്ളാഹിയുടെ മാനസികാവസ്ഥ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ മദീന പള്ളിക്കകത്തെത്തി നോക്കുമ്പോ സാധാരണക്ക് വിപരീതമായി രണ്ടുപേരാ പള്ളിക്കകത്തിരിക്കുക. ആരാ രണ്ടുപേര്? മുത്തുനബി മിഴിച്ചു നോക്കി രണ്ടുപേരെയും. ആരാ? ഒന്ന് ഇസ്ലാമിക ഭരണസിരാ കേന്ദ്രത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത ഒന്നാമത്തെ കിരീടം ചൂടാത്ത മഹാരാജാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. രണ്ട്, ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത 10 വർഷക്കാലത്തെ അമരക്കാരൻ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആക്കോലി ജമാഅത്തിന്റെ മുദരിസുമാണ്, ഇമാമുമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരനാണ്, സ്നേഹിതനാണ് നമ്മുടെ അബ്ദുൽ ഹക്കീം വഹബി ഉസ്താദ്. അല്ലാഹു എല്ലാവിധ ഖൈറും നൽകുമാറാകട്ടെ. വെള്ളം കുടിക്കാട്ടോ, വലിയ മുദരിസൊക്കെയാണ് അൽഹംദുലില്ലാഹ്. അപ്പൊ രണ്ടുപേര് പള്ളിക്കകത്തിരിക്കെ, രണ്ടുപേര് പള്ളിക്കകത്തിരിക്കുക. ഈ രണ്ടുപേരെ കണ്ടപ്പോ അള്ളാഹുവിന്റെ മുത്തുനബി രണ്ടുപേരോടും ചോദിച്ചു, നിങ്ങൾ എന്തേ രണ്ടുപേര് പള്ളിയിൽ? ഇപ്പൊ അബൂബക്കറെ, ഉമറെ, സാധാരണ ഈ നേരത്ത് പള്ളിയിൽ അങ്ങനെ ആരെയും കാണാറില്ലല്ലോ, നിങ്ങൾ എന്തേ രണ്ടുപേര് ഇവിടെ? അള്ളാഹുവിന്റെ മുത്ത് റസൂലുള്ളാഹിയുടെ മുമ്പില് ഒന്നും മറച്ചു വെച്ചിട്ട് ഫലമില്ലല്ലോ. അതുകൊണ്ട് രണ്ടുപേരും അവരുടെ അവസ്ഥ നബി തങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു പറഞ്ഞു. വല്ലദീ സത്യധർമ്മവുമായി അങ്ങയെ നിയോഗിച്ച അല്ലാഹുവാണ് സത്യം. മാഖ്റജ്നാ മിൻ ബുയൂതിനാ ഇല്ലൽ ജൂ. വിശപ്പാണ് നബിയെ, വിശപ്പ്, കഠിനമായ വിശപ്പ്. ഭക്ഷണത്തിനായി ഒന്നുമില്ല നബിയെ, ഞങ്ങളെ വീട്ടിൽ ഭക്ഷണമില്ല റസൂലുള്ളാഹ്. അതുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, വിശ്രമിക്കാൻ പറ്റുന്നില്ല. എന്റെ പെങ്ങളെ, നീ ഭക്ഷണം അളവിൽ കവിഞ്ഞുകൊണ്ട് തയ്യാറാക്കുമ്പോ ചിന്തിച്ചു കൊള്ളണേ,
ഇതാരാ വിശപ്പിന്റെ അവസ്ഥ പറയുന്നതെന്ന് ആലോചിക്കണേ. എന്റെ പൊന്ന് സഹോദരാ, നിന്റെ മക്കൾക്ക് നീ ഭക്ഷണം കൊടുക്കണ്ടെന്നല്ല, പക്ഷേ വലിച്ചെറിയാനും കുടിച്ചു മൂടാനുമുള്ള ഭക്ഷണമാക്കണ്ട. വേദനയോടെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, പെൺമക്കളുടെ കല്യാണം പോലും ആഡംബരത്തിന്റെ നാട്ടിന്റെ ചരിത്രമാക്കാൻ ഒരുപാട് പിതാക്കൾ കണക്കിൽ കവിഞ്ഞ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവസാനം ആ ഭക്ഷണം ഒന്നാകെ വേസ്റ്റാക്കി വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന അതിനാദിന പിതാക്കന്മാര് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്ത് അല്ലാഹുവിന്റെ മുത്തുനബിയുടെ മുമ്പിലേക്ക് ഉമ്മത്തിന്റെ നായകന്മാര് പറയേ, വിശപ്പാണ് നബിയെ, വിശപ്പ്. ഭക്ഷണത്തിന്റെ വില എന്താണെന്ന് തിരിച്ചറിഞ്ഞോ? ഭക്ഷണമാകുന്ന അനുഗ്രഹത്തിനുള്ള നന്ദി എന്ത് വലുതാണെന്ന് തിരിച്ചറിഞ്ഞോ? ഉടനെ മുത്ത് റസൂലുള്ള രണ്ടുപേരെയും സമാധാനിപ്പിക്കുന്നു. രണ്ടുപേരോടും മഹാനായ മുത്ത് റസൂലുള്ള പരിശുദ്ധമായ മദീന പള്ളിയുടെ ഓരത്തുള്ള അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കൊന്ന് ഇശാറത്ത് ചെയ്തുകൊണ്ട് രണ്ടുപേരോടും ചോദിച്ചു, ഹൽ ബികുമാ മിൻ ഖുവ്വ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ആരോഗ്യമുണ്ടോ? എഴുന്നേറ്റ് നടക്കാൻ കഴിയുമോ? എങ്കിൽ എന്റെ കൂടെ വരൂ. മുറൂബിന ഇലാ മൻസിലി അബി തിഹാൻ. അബൂ തുൽഹത്തുൽ അൻസാരിയുടെ വീട്ടിൽ ചെന്ന ഭക്ഷണം ഉണ്ടാവും. ആരാണ് അബൂ തുൽഹ? റളിയല്ലാഹു. മദീനയിലെ ഈന്തപ്പഴ കച്ചവടക്കാരുടെ മഹാരാജ അതാണ്. അപ്പൊ അവിടെ ചെന്നാൽ നല്ല ഈന്തപ്പഴം കിട്ടും, മുത്തുനബിക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മളും മദീനന്നാണല്ലോ ഈന്തപ്പഴം അല്ലേ? എല്ലാവരും മദീനയിൽ എത്തിയിട്ടാ ഈന്തപ്പഴം വാങ്ങാൻ. അത് വാങ്ങണം, അവിടെ തന്നെ വാങ്ങേണ്ടത് അധികവും. കാരണം മുത്തുനബി അവിടത്തെ എല്ലാത്തിനും പ്രത്യേകം പറക്കത്തിന് ദുആയും ചെയ്തിട്ട്. അപ്പൊ അതും കൂടെ ഒരു കാരണമാണ്. പിന്നെ വിലയിലും വെച്ച് നോക്കുമ്പോൾ മക്ക പോലെ അല്ല മദീന. എന്താ ആവട്ടെ, അപ്പൊ അവിടെ ഭക്ഷണം ഉണ്ട്, എന്നാ പിന്നെ അവിടെ പോയി നമുക്ക് കഴിക്കാൻ വരുമെന്നും പറഞ്ഞു പോകണം. 3 പേരും പോകണം, ഒരൊറ്റ ലക്ഷ്യം, ഭക്ഷണം ആവശ്യത്തിന് കിട്ടണം. 3 പേരും ചെന്ന് നോക്കുമ്പോ വീട്ടിന്റെ വാതിൽ അടഞ്ഞു കിടക്കേ. ആളുണ്ടോ ഇല്ലേ ഒന്നും അറിയാൻ പറ്റില്ല. ഒരു വീട്ടിൽ ചെല്ലുമ്പോ ഒരു മുസ്ലിമിന്റെ സംസ്കാരം എന്താ നമ്മൾ പഠിച്ചു. നമ്മൾ എന്താ ചെയ്യുക? ചെല്ലും, കോളിംഗ് ബെല്ല് അമർത്തും. 1 അമർത്തി, 2 അമർത്തി, 3 അമർത്തി, ഇന്നിങ്ങനെ അമർത്തി. അവിടെ ഇനി രോഗി കിടന്നാൽ എന്ത് വിഷമിച്ച, എന്നിട്ട് ആളില്ലാന്ന് വേണ്ട കഥകില് പട്ടപ്പട്ട അടിക്കും. അതിനും പറ്റിയില്ല. ഏതെങ്കിലും തുറന്നെടുക്കുന്ന ജനൽ ആളുണ്ടോ അകത്ത്? ഇതൊന്നും മുസ്ലിമിന് പറ്റിയ പണിയല്ല. ഇല്ലേ അടുക്കള ഭാഗത്ത് നിന്ന് മുസ്ലിമിന്റെ സംസ്കാരം എന്താ? കോളിംഗ് ബെല്ല് അമർത്തിക്കും. ഇന്നത്തെ നമ്മളെ വലിയ വീടുകളാ, അപ്പൊ കോളിംഗ് ബെല്ല് അമർത്തിക്കും. എന്നിട്ടൊരു മുസ്ലിം ഒരു വീട്ടിൽ ചെല്ലുമ്പോ എന്ത് ചെയ്യണം? അവിടെ ചെന്നിട്ട് സലാം പറയണം. അസ്സലാമു അലൈക്കും. അടഞ്ഞിടക്കണ വീടാണ്. മുത്ത് റസൂലുള്ള സലാം പറഞ്ഞു. രണ്ടുപേരും പ്രതീക്ഷയോടെ നിൽക്കുക ഇത്തിരി ഭക്ഷണത്തിന് വേണ്ടി. അവിടെ നിന്നുകൊണ്ട് മുത്തുനബി സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. മറുപടിയില്ല. കുറച്ചു നേരം അങ്ങനെ നിന്നു. രണ്ടാമത് നബി തങ്ങൾ സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. മറുപടിയില്ല. മൂന്നാമത് നബി തങ്ങൾ സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. മറുപടിയില്ല. 3 തവണ സലാം പറഞ്ഞു നോക്കി, മറുപടി കിട്ടി. പിന്നെ കഥകി തൊട്ട് അല്ലെങ്കിൽ ജന്നൽ തുറന്നു നോക്ക്, അല്ലെങ്കിൽ അടുക്കള ഭാഗത്ത് എന്ന് നോക്ക്. നല്ല നബി പറഞ്ഞത്, ഉമറേ അബൂബക്കറെ, ഇവിടെ ആളില്ല, വാ തിരിച്ചു വാ. നമ്മളില്ല, അവിടെ ചലനമുണ്ട് നോക്കാം. അത് നമ്മൾ നോക്കണ്ട. അവർക്ക് ചിലപ്പോൾ നമ്മളെ മുമ്പിൽ വരാൻ അപ്പൊ കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയാസമാക്കാം, നമ്മളത് അറിയണ്ട. നമ്മൾ പിന്നെ അവിടെ നിന്ന് കറങ്ങാൻ നിൽക്കണം. അങ്ങനെ തന്നെ ചിന്തിച്ച് നമ്മൾ പോകണം. നല്ല ചിന്ത വേണം, നല്ല അനുമാനങ്ങൾ വേണം. നല്ല മനസ്സ് നമുക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ 3 പേരും തിരിച്ചു നടക്കുമ്പോ അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു വാതിൽ തുറന്നു. തന്റെ വീട്ടിന്റെ വാതിൽ തുറന്നുകൊണ്ട് വാതിലിന്റെ പിന്നിൽ നിന്നിരുന്ന അബൂ തുൽഹത്തുൽ അൻസാരി പുറത്തിറങ്ങുന്നു. അല്ലാ ഓടി വന്നുകൊണ്ട് മുത്ത് റസൂലുള്ളാഹിയുടെ ഓരത്ത് നിൽക്കുന്നു. അപ്പൊ 3 തവണ നബിത്തങ്ങൾ സലാം പറയുമ്പോഴും ആ വാതിലിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു ഈ മഹാൻ. വാതിൽ തുറന്നില്ല. നമുക്ക് എന്താ മാനസികാവസ്ഥ? മുത്ത് നബി വന്നിട്ട് സലാം പറഞ്ഞിട്ടും പുള്ളി തുറന്നില്ലേ അല്ലേ? അതാണ് സ്വഹാബത്തിന്റെ ബുദ്ധി. നമ്മളെ പോലെ അല്ല അവർക്കുണ്ട് ബുദ്ധി. ഇതിലാ ദലീല അലാ ത്വരീഖി ഇലൽ ഇലാഹ് ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മില
في حاله وفعاله ومقاله وتتبع النبتابع لا تعدلا. അല്ലാഹുവിന്റെ മുത്ത് റസൂലുള്ള അബൂ തുൽഹത്തുൽ അൻസാരിയുടെ മുഖത്തേക്ക് നോക്കി ഒരൽപ്പം ഗൗരവത്തോടെ അബൂ തുൽഹയോട് ചോദിച്ചു, അല്ല അബൂ തുൽഹ, നിന്റെ വീട്ടിന്റെ മുറ്റത്ത് വന്ന് നിന്നത് മുത്ത് നബിയല്ലേ, അല്ലാഹുവിന്റെ റസൂലല്ലേ? ആ റസൂലുള്ള നിന്റെ വീട്ടിന്റെ മുറ്റത്ത് വന്ന് നിന്നിട്ട് 3 തവണയല്ലേ സലാം പറഞ്ഞത്? ആ സലാമൊക്കെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് നീ കേട്ടില്ലേ? എന്നിട്ടും നീ വാതിൽ തുറന്നില്ലയല്ലേ? ഈ ചോദ്യം ഇങ്ങനെ കേട്ട് തീർന്നതും അബൂ തുൽഹത്തുൽ അൻസാരി തങ്ങൾക്ക് പ്രയാസം വന്നു. വളരെ ക്ഷമാപണത്തോടുകൂടെ വിനയഭാവത്തോടെ നബി തങ്ങളിലേക്ക് താണു നിന്നുകൊണ്ട് നബിയോട് പറഞ്ഞ, റസൂലുള്ളാഹ്, അങ്ങന്റെ വീട്ടിന്റെ ഉമ്മറ വാതിലിന്റെ ഓരത്ത് വന്ന് നിൽക്കുന്നത് ഞാൻ ആദ്യമേ കണ്ടു നബിയെ. അവിടെ എന്നോട് ക്ഷമിക്കണേ. ഞാൻ എന്റെ വീട്ടുകാരോട് പറഞ്ഞു, മുത്ത് റസൂലുള്ള വരുന്നുണ്ട്, കൂടെ അബൂബക്കർ തങ്ങളും ഉമർ തങ്ങളുമുണ്ട്. ഞങ്ങൾ അങ്ങനെ കാത്തിരുന്നു. നോക്കുമ്പോ അങ്ങ് വന്നുകൊണ്ട് ഞങ്ങളെ വീട്ടിന്റെ വാതിലിന്റെ മുറ്റത്ത് വന്ന് നിന്നൊരു സലാം പറഞ്ഞു. സലാം അങ്ങനെ കേട്ടപ്പോ കുളിര് കോരിപ്പോയി. കാരണം ഈ സലാം പറയേണ്ടത് ആരാ? സാധാരണക്കാരനോ എന്റെ അയൽക്കാരനോ അല്ല, അല്ലാഹുവിന്റെ മുത്ത് റസൂലല്ലേ. അല്ലാഹുവിന്റെ മുത്ത് റസൂലുള്ള എന്റെ വീട്ടുകാർക്ക് സലാം പറഞ്ഞ അല്ലാഹ് സലാം തരാതിരിക്കോ? ഓ, അപ്പൊ ഇങ്ങനെ കുളിര് കോരി വാതിൽ വലിച്ചു തുറക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ ക്ഷമിച്ചു. വീട്ടുകാരി പറഞ്ഞു, തുറക്ക് മുത്ത് നബിയാ. ഞാൻ തുറന്നില്ല. എന്തേ തുറക്കാത്തെന്നറിയോ? ആ പരിശുദ്ധ നാവിൽ നിന്ന് ഒരു സലാം കൂടി എനിക്ക് എന്റെ വീട്ടിൽ കിട്ടട്ടെ. ഞാൻ കാത്തിരുന്നു. അപ്പൊ അങ്ങ് 2ാമത് സലാം പറഞ്ഞു. ഓ ഓ അൽഹംദുലില്ലാ, ഞാൻ എന്തൊരു ഭാഗ്യവാനാ, അല്ലാഹ് എന്തൊരു അനുഗ്രഹം തന്നു. ഞാൻ കാത്തിരുന്നു. നോക്കുമ്പോ 3ാമതും അങ്ങ് സലാം പറഞ്ഞു. ആദ്യമേ ആ വാതില് അങ്ങയുടെ മുമ്പിൽ തുറന്നു തന്നിരുന്നുവെങ്കിൽ പിന്നെയുള്ള 2 സലാം ഈ അബൂ തുൽഹയുടെ കുടുംബത്തിന്റെ കുട്ടുമായിരുന്നു നബിയേ. അതിനു വേണ്ടിയാണ് അബൂ തുൽഹ ഒരൽപ്പം താമസിച്ചത് തുറക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളോട് തന്റെ അവസ്ഥ പറയുന്നു. റസൂലുള്ള പുഞ്ചിരിച്ചു. വിഷയം വലുതാ. അത് പറഞ്ഞു അവിടെ നിന്നു. നേരെ അകത്തേക്ക് കയറി വന്ന കാര്യം നബി തങ്ങൾ പറഞ്ഞു. പറഞ്ഞു കേട്ടപ്പോ പിന്നെ അബൂ തുൽഹ തങ്ങൾക്ക് എന്ത് കൊടുക്കണോന്നായി. കാരണം അത്ര വലിയ വിരുന്നുകാരാ. അപ്പൊ അവർക്ക് ചെറുതൊന്നും കൊടുത്താൽ പറ്റൂല. എന്ത് കൊടുക്കും? ആരെ വിളിച്ചു? എന്ത് കൊടുക്കും മുത്ത് നബിക്ക്? അവസാനം രണ്ടുപേരും കൂടെ തീരുമാനിച്ചു, ഒരാട്ടിനെ ഇറക്കാം. മുന്തിയ ഭക്ഷണം ആട്ടിനെ ഇറത്തിട്ട് അതിന്റെ ഇറച്ചി പാകം ചെയ്ത് അതോടൊപ്പം തന്നെ വലിയ കൂടിയ ഈന്തപ്പഴങ്ങളും കൊടുക്കണം. അങ്ങനെ തീരുമാനമായി. നബി തങ്ങളോട് അനുവാദം ചോദിച്ചു. ഒരല്പ സമയമെടുത്തു. ആട്ടിനെ ഇറത്തു, അതിനെ കറി വെച്ചു. എന്നിട്ട് മുന്തിയ ഇനം ഈന്തപ്പഴങ്ങൾ, കാരണം VIP-കളാണ് വന്നിരിക്കുന്ന വിരുന്നുകാര്, വലിയ വിലയുള്ള വലിയ രുചിയുള്ള വിഭിന്നമായ രുചികളുള്ള മുന്തിയ ഈന്തപ്പഴ കുലകളെ നബി തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവച്ചു. ആവശ്യത്തിന് കഴിക്കുക. നല്ല നല്ല ഭക്ഷണമല്ലേ? പൊതുവേ കാറ്റാണ്. ഉസ്താദ് പറയും AC വെച്ചിരിക്കുക, അതുകൊണ്ടാ കാറ്റ്. നല്ല കാറ്റാ, അൽഹംദുലില്ലാ. നല്ല കാലാവസ്ഥ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. കടലാണോ ഈ ഭാഗം? അൽഹംദുലില്ലാ. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ, കബൂലാക്കുമാറാകട്ടെ. ഇതൊക്കെ ജീവിതമാക്കാനും അല്ലാഹുവിലേക്ക് അടുക്കാനും റബ്ബിന്റെ ശുക്ർ ചെയ്യാനും അല്ലാഹു കാരണമാക്കുന്ന മജ്ലിസാക്കി അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അങ്ങനെ 3 പേരും ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചു. ആ വിശപ്പൊക്കെ മറന്ന് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ നല്ല സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. ആ വിരുന്ന സൽക്കാരത്തെ സംബന്ധിച്ച് നബി തങ്ങളുടെ അനുഗ്രഹീത കവിയാകുന്ന അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ആ കവിതാ ശകലങ്ങളിലൂടെ പറയുന്നുണ്ട് ആ വിരുന്ന സൽക്കാരത്തെ. ഫലം ആറക്കൽ ഇസ്ലാമി ഇസ്സൽ ലിഉമ്മതി വലാ മിസ്ല അളിയാഫിൽ ഇറാശി മഅ്ശറാ നബിയ്യും വസിദ്ദീഖും فاروق أمته وخير بني حواء
ഫർഅം വഉൻസുറാ ഇലാ റജുലിൻ നജ്ദി യുബാരി ബിജൂദിഹി شموس الهدى جودا ومجدا ومفخرا അബ്ദുല്ലാഹിബ്നു റവാഹ തങ്ങളെ പറയേ, ഇസ്ലാമിക ലോകത്ത് ഇതുപോലെ ഒരു വിരുന്ന് സൽക്കാരത്തെ ഞാൻ കണ്ടിട്ടില്ല. ഇതേപോലെ ഭാഗ്യമുള്ള അതിഥികളെ സ്വീകരിക്കാൻ അല്ലാഹു അവസരം നൽകിയ ഒരു ഭാഗ്യവാനെ ഞാൻ കണ്ടിട്ടില്ല. യുദ്ധം തിങ്ങിവെട്ടുമ്പോ രണാങ്കണങ്ങളുടെ പൊടിപടലങ്ങൾക്കിടയിൽ ശത്രുവിന്റെ ഞരമ്പ് മുറിച്ചു കളയാൻ നെഞ്ചു വിരിച്ചുകൊണ്ട് ഈറ്റപ്പുലികളെ പോലെ ധൈര്യത്തോടെ എടുത്തു ചാടുന്ന അബൂ തുൽഹ എന്ന ധാർമ്മിക പോരാളിയല്ലേ ആ ഭാഗ്യവാൻ. അദ്ദേഹത്തിന്റെ മുമ്പിലെത്തിയ വിരുന്നുകാരാരാ? നബിയും വസിദ്ദീഖും ഫാറൂഖ് ഉമ്മത്തി وخير بني حواء فرعا وعنصرا. ഒന്ന് ലോകത്തിന്റെ മഹിത നേതാവായ മുത്ത് റസൂലുള്ളയല്ലേ, രണ്ടാമത്തത് അബൂബക്കർ തങ്ങളല്ലേ, മൂന്നാമത്തത് ഉമർ തങ്ങൾ എന്ന ഈ ഉമ്മത്തിന്റെ നായകനല്ലേ. ഈ ഭാഗ്യം വേറെ ആർക്കാ ഇസ്ലാമിക ലോകത്ത് പറയാനുള്ളത് എന്ന് അബ്ദുല്ലാഹിബ്നു റവാഹ തങ്ങൾ കവിതകളിലൂടെ പുകഴ്ത്തി പറഞ്ഞ ആ ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ആ വിരുന്ന സൽക്കാരം പ്രിയപ്പെട്ടവരെ വിഷയം അതല്ല. എന്റെ ഉമ്മമാര് ശ്രദ്ധിച്ചോ, എന്റെ സഹോദരിമാര് ഭക്ഷണത്തിന്റെ വില എന്താണെന്നറിഞ്ഞോ, ഭക്ഷണമാകുന്ന അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിച്ചോ. 3 പേരും ആവശ്യത്തിന്റെ ഭക്ഷണം കഴിച്ചു. അവസാനം പോകാൻ നേരമെത്തി മുത്ത് റസൂലുള്ള ദുആ ചെയ്തു. മഹാനായ അബൂ തുൽഹ തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ബറക്കത്തിന്റെ ദുആ ചെയ്തു. ആ ഭക്ഷണം പാചകം ചെയ്തവർക്ക് വേണ്ടി ദുആ ചെയ്തു. പുഞ്ചിരിയോടെ പോകാൻ തുടങ്ങുന്ന നേരത്ത് ആ ഭക്ഷണത്തെ സംബന്ധിച്ച് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 1-2 വാക്ക് പറയുന്നു.